സമ്മതത്തോടുകൂടിയുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിൽ പോലും ഒരു റേപ്പിസ്റ്റിനെ പോലെയാണ് അയാൾ ബിഹേവ് ചെയ്യാന്ന്. രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെങ്കിൽ അയാൾ രാജിവെച്ച് പുറത്തു പോകണം. അതല്ലാണ്ട് ഇപ്പുറത്ത് 2-3 ദിവസമായിട്ട് ഓഡിയോകൾ വന്നിട്ടുണ്ട്, ഇയാളുടെ ഫോട്ടോസ് അടക്കമുള്ള സ്ക്രീൻഷോട്ടുകൾ വന്നിട്ടുണ്ട്. ആ ഫോട്ടോയിലുള്ളത് ഞാനല്ല എന്ന് രാഹുൽ എന്തുകൊണ്ടാണ് പറയാത്തെ? വേടന്റെ ഫാൻസിനോടാണ് മാപ്പ് പറഞ്ഞിട്ടുള്ളത്. വേടൻ ആരോടാ മാപ്പ് പറയേണ്ടത്? ആ സമയത്ത് പോസ്റ്റ് ഇട്ട കുറേ പേരോട് ചില ആളുകൾ വന്ന് പറഞ്ഞത്, സമാധാനമായിട്ട് ജീവിക്കുന്ന അതിജീവിതകളെയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും വേടൻ വിഷയം ഉയർത്തിക്കൊണ്ട് ട്രോമയിലാക്കുന്നതെന്നാണ്. അവർക്ക് സമാധാനം കിട്ടിയെന്ന് ഇവരോട് ആരാ പറഞ്ഞേ? ഇവർ സംസാരിക്കുന്നുണ്ടോ അവരോട്? ഇവർ കണ്ടിട്ടുണ്ടോ? ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? അയാൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുന്നുണ്ട് എന്ന് 1.5 വർഷം മുന്നേ അറിഞ്ഞിട്ടും പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ അയാളെ MLA ആക്കി ഇവർ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു. എന്നിട്ട് ഇനിയിപ്പോൾ പറയുന്നു ഇനിയിപ്പോൾ അടുത്തത് കോൺഗ്രസ് എന്തെങ്കിലും നടപടിയെടുക്കും. ഏത് സാഹചര്യത്തിലാണ് കോൺഗ്രസ് നടപടിയെടുക്കുന്നത്? ഇപ്പൊ പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ ഷാഫി ഒഴിയുന്ന കസേരയിലേക്ക് വേറൊരാളെ മത്സരിപ്പിക്കാൻ തീരെ ആളുകളില്ലാത്ത പാർട്ടിയൊന്നും അല്ല കോൺഗ്രസ്. യുവ MLA കോഴിത്തരമാണ് സത്യം പറഞ്ഞ ഈ ഒരു 3-4 ദിവസത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഹോട്ടാണ്. ചിലർക്ക് ഒരു രാഷ്ട്രീയം അവസരം വീണ് കിട്ടിയ പോലത്തെ ഒരു ഹോട്ടാണ്. മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കാരണം അവരത് ഒളിച്ചു വെച്ചിരുന്ന കുറെ സംഗതി ഇപ്പൊ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പോയി. ഇപ്പൊ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ പ്രതിച്ഛായ നഷ്ടപ്പെടും. രാഷ്ട്രീയത്തിൽ പ്രതിച്ഛായ വലിയൊരു കാര്യമാണല്ലോ. എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിട്ട് ഇതൊരു അതിജീവനത്തിന്റെ പോരാട്ടമാണ്. അതായത് ഞാൻ സംസാരിക്കുന്നത് ഇരകളെ കുറിച്ചാണ്. നമുക്കിന്ന് സംസാരിക്കേണ്ടത് അവരെ കുറിച്ചാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. വിക്ടിം ബ്ലെയിമിങ് ചെയ്യാതെ ഒരു മനുഷ്യൻ പോലും ഇരയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കാണ്, ശരണ്യ നേരിട്ടറിഞ്ഞ വ്യക്തി എന്ന നിലയിൽ എന്താണ് ശരിക്കും യുവ MLA കാമുകിമാരാകട്ടെ അല്ലാതെ ആവട്ടെ എന്താണ് ഇരകളുടെ മാനസികാവസ്ഥ? സ്വാഭാവികമായിട്ടും സംസാരിക്കേണ്ടത് ഇരകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഇപ്പുറത്ത് നിൽക്കുന്ന വേട്ടക്കാരന് വേണ്ടിയിട്ടല്ല. ക്രൈമാണ് നടന്നിട്ടുള്ളത്, അബദ്ധം പറ്റിയതല്ല ഒരാൾക്ക്. റേപ്പ് ഒരിക്കലും ഒരു അബദ്ധമല്ല, മാനിപ്പുലേഷൻ ഒരിക്കലും അബദ്ധമല്ല. ഇത് വളരെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കൊരിക്കലും ഒരാളെ അബദ്ധവശാൽ മാനിപ്പുലേറ്റ് ചെയ്യാനോ അബദ്ധവശാൽ റേപ്പ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഏത് വിഷയങ്ങൾ വരുമ്പോഴും ഇടം വലം നോക്കാണ്ട് നമ്മൾ സംസാരിക്കേണ്ടത് വിക്ടിംസിനെ കുറിച്ചിട്ട് മാത്രമാണ്. അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്ത്, അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ത്, അവർക്ക് ഏത് സമയത്താണ് തുറന്നു പറയാൻ പറ്റുന്നത്, ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ പലരും ചോദിച്ചുകൊണ്ട് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിട്ട് പ്രതികരിച്ചില്ല, നിങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാമായിരുന്നില്ലേ, നിങ്ങളൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇപ്പം എനിക്കറിയാം, തനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ പേർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സൗഹൃദ ലിസ്റ്റിലുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളിൽ ചിലർ ഈ അനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവരൊന്നും പറയുമ്പോൾ യുവ MLA അല്ലെങ്കിൽ വേടൻ അല്ലെങ്കിൽ X or Y ഇവർ ഇത്രയും ക്രൂക്കഡ് ആണെന്നോ ഇത്രയും ഡേഞ്ചർ ആണെന്നോ ഒന്നും നമ്മൾ ഊഹിക്കുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന വിക്ടിംസിലെ ഏതെങ്കിലും ഒരാളെങ്കിലും നേരിട്ട് തുറന്ന് സംസാരിക്കാൻ തയ്യാറാവാത്തടത്തോളം കാലം, അല്ലെങ്കിൽ എന്നെ അതിന് തയ്യാറാക്കണം. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ശരണ്യ എനിക്ക് വേണ്ടി സംസാരിക്കൂ, അല്ലെങ്കിൽ മെറീൻ എനിക്ക് വേണ്ടി സംസാരിക്കൂ, X or Y ആരെങ്കിലും എനിക്ക് വേണ്ടി സംസാരിക്കൂ എന്ന് പറയാത്തിടത്തോളം കാലം നമുക്ക് ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. രാഹുലിൻ്റെ വിഷയം എടുത്താൽ, രാഹുലിൻ്റെ വിഷയത്തിൽ ഇത്രയേറെ തെളിവുകൾ പുറത്തു വന്നു, ഓഡിയോ പുറത്തു വന്നു, ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നു. ഇതൊക്കെ വന്നിട്ടും പോലീസിലേക്ക് ഇടതനുഭാവിയായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് തന്നെ പരാതി കൊടുത്തിട്ട് പോലീസ് എന്താ പറയുന്നത്? നമുക്ക് കേസെടുക്കാൻ പറ്റൂല. പോലീസ് അങ്ങനെയാണോ പറയുന്നത്? ജനങ്ങളെല്ലാവരും ഈ കോൺഗ്രസ്സുകാരോടൊപ്പം ഏറ്റുപാടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം അങ്ങനെയാണല്ലോ പറഞ്ഞത്. എന്താ നിയമപരമായിട്ട് കേസ് വല്ലതും ഉണ്ടോ? നിയമപരമായിട്ട് കേസ് കൊടുക്കേണ്ടത് ആരാണ്? നിയമപരമായിട്ട് കേസ് കൊടുക്കേണ്ടത് ഇരയാണ്. വോയിസിൻ്റെ അടിസ്ഥാനത്തിലോ പുറത്തു വന്ന സ്ക്രീൻഷോട്ടിൻ്റെ അടിസ്ഥാനത്തിലോ കേസ് എടുക്കാൻ പറ്റുന്നതിന് പരിധികളുണ്ട്. നിലവിൽ എടുത്തിട്ടുള്ള കേസ് ബാലാവകാശ കമ്മീഷൻ എടുത്തിട്ടുള്ള കേസാണ്. ഇന്നലത്തെ ബാലാവകാശ കമ്മീഷൻ കേസ് എടുക്കുന്നത് ഭ്രൂണഹത്യ നടത്തി, നിർബന്ധിത ഭ്രൂണഹത്യക്കാണ് ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്നത്. സ്വമേധയാ കേസെടുക്കുന്നത്. ഇപ്പം ഇന്നലെ പുറത്തു വന്ന ഓഡിയോന്റെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ കേസെടുത്തു എന്ന് പറയുന്നു. ആ കേസ് എത്രത്തോളം നിലനിന്ന് പോകുന്നു നമുക്കറിയില്ല. കാരണം ഇപ്പുറത്ത് നിൽക്കുന്ന ഇര വന്ന് മൊഴി കൊടുക്കാത്തിടത്തോളം കാലം, ഇരയല്ല അതിജീവിത വന്ന് മൊഴി കൊടുക്കാത്തിടത്തോളം കാലം ഇത് എൻ്റെ ഓഡിയോ ആണ്, എന്നോട് സംസാരിച്ചതാണ് എന്ന്
കമ്മീഷന് മുന്നിൽ സമ്മതിക്കാത്തിടത്തോളം കാലം, വന്ന ഓഡിയോൻ്റെ ആധികാരികത പരിശോധിച്ച് ഉറപ്പ് വരുത്താത്തിടത്തോളം കാലം കേസിനെ നമുക്ക് കേസ് മുന്നോട്ട് പോകുമെന്നോ കേസിൽ അയാൾ ശിക്ഷിക്കപ്പെടുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ധാർമ്മികത എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എല്ലാ കേസിലും നമ്മൾ ഈ പറയുന്നത് പോലെ ചിലപ്പം പോലീസിൽ കേസ് കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നിയമപരമായിട്ട് അയാൾക്ക് ശിക്ഷ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് കാര്യം മനസ്സിലാവും. അവർക്ക് മനസ്സിലാവും ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ്. ഇത് രാഷ്ട്രീയമല്ല, ഇതിൽ വേടനല്ല വിഷയം, രാഹുൽ മാങ്കൂട്ടല്ല വിഷയം, ഇവരുടെ ഒന്നും രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രമോ ഒന്നും നമ്മുടെ വിഷയമല്ല. ഞാൻ വിചാരിക്കുന്നത്, ഇവർ ചോദിക്കുന്നുണ്ടല്ലോ മുകേഷിന് എതിരെ നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്തു. മുകേഷ് 1, 2 2 ഇന്റൻസിറ്റി ഉള്ള ക്രൈമാണ്. ഈ ഇന്റൻസിറ്റി ആരാണ് തീരുമാനിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അതിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യർ തന്നെയാണ്. പക്ഷെ ഇവരുടെ ഒന്നും കേസിൽ ഇത്രത്തോളം തെളിവുകളോ ഭ്രൂണഹത്യ പോലുള്ള ഗുരുതരമായ ക്രൈമുകളോ പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോഴും ഞാൻ പറയുന്നു, മുകേഷ് ചെയ്ത തെറ്റിനെ നമ്മൾ കുറച്ച് കാണിക്കുന്നില്ല. ഇല്ല. പക്ഷേ മുകേഷ് ചെയ്യുന്നത് പോലെ തന്നെ മുകേഷ് ഈ നിയമസഭയിൽ ഇരിക്കുന്നു ഒരു സ്ത്രീ പീഡകനായിക്കൊണ്ട് തന്നെ. അതുകൊണ്ട് കോൺഗ്രസിന്റെ MLA ആയ മാങ്കൂട്ടത്തിനും ഇരിക്കാമെന്നാണെങ്കിൽ സമ്മതിക്കണം. രണ്ടുപേർക്കും ഒരേ ധാർമ്മിക നിലവാരമാണ് അല്ലെ? അവർ കൊള്ളരുതാത്തവനാണ്, ഞങ്ങളും അങ്ങനെ തന്നെ. ഇത്തരം വിഷയങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടത് രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെങ്കിൽ അയാൾ രാജിവെച്ച് പുറത്തു പോകണം. കാരണം അയാൾക്കെതിരെ വന്നിട്ടുള്ളത് പിന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. നിസ്സാരമാക്കി കളയാൻ പറ്റുന്ന ഒന്നും അല്ല അയാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് അയാൾ രാജിവെച്ച് പുറത്തു പോകുക എന്നുള്ളതാണ് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അതല്ല അയാൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ എല്ലാ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു, ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ ഫേസ് ചെയ്യുന്നു, അവനവൻ്റെ ഭാഗം ന്യായീകരിക്കുന്നു. ഇത് അയാൾക്ക് ചെയ്യാം. പക്ഷെ ഇത് ആരോടാണ് ഈ സാധനങ്ങളൊക്കെ പറയുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. സാമാന്യ ബുദ്ധിയുള്ള വിവരമുള്ള മനുഷ്യരോടാണ് ഇത് പറയുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ട് അപ്പുറത്ത് കുറച്ച് അതിജീവിതന്മാരുണ്ട്, ഇത് തുറന്ന് പറയാൻ തയ്യാറായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം വന്നതുപോലെ ഇത്രയെങ്കിലും മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത സാധനങ്ങളെയാണ് ഇയാൾ പച്ചക്ക് വന്നിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ഇവരെ ഈ മാനസിക നിലവാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ തന്നെ ഈ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഒന്നിനെ റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ വന്ന ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത്. അങ്ങനെ റദ്ദ് ചെയ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി രംഗത്ത് വന്നാൽ ശരിക്കും ഇത് ഏതൊക്കെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും? അല്ല, എന്തുകൊണ്ടാണ് ഒരൊറ്റ കാര്യത്തിന് മാത്രം റദ്ദ് ചെയ്ത് സംസാരിച്ചത്? അതൊരെണ്ണം ഫേക്ക് ആണെന്നോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഹോപ്പ് ഉണ്ടെന്നോ ഇയാൾക്ക് തന്നെ തോന്നിയിട്ടാണ്. അതെ, അതല്ലാണ്ട് ഇപ്പുറത്ത് 2-3 ദിവസമായിട്ട് ഓഡിയോകൾ വന്നിട്ടുണ്ട്. ഇയാളുടെ ഫോട്ടോസ് അടക്കമുള്ള സ്ക്രീൻഷോട്ടുകൾ വന്നിട്ടുണ്ട്. ആ ഫോട്ടോയിലുള്ളത് ഞാനല്ല എന്ന് രാഹുൽ എന്തുകൊണ്ടാണ് പറയാത്തെ? ആ ഓഡിയോയിലുള്ളത് എൻ്റെ ശബ്ദമല്ല. ഇതാദ്യം പുറത്ത് വിട്ട, അല്ലെങ്കിൽ ഇപ്പൊ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്ന ചാനലുകൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കുന്ന രാഹുൽ എന്താ പറയാത്തെ? ആണ്, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാലോ. മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നതോ പോട്ടെ, അയാൾക്ക് പറയാലോ ഓഡിയോ ഫേക്ക് ആണ്, ഞാൻ അതിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ളൊരു വാക്ക് രാഹുൽ പറഞ്ഞിട്ടില്ല. പിന്നെ തെറ്റ് പറ്റിപ്പോയി അത് അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ ഒരു മനുഷ്യന്. തെറ്റ് ഒരിക്കലും റേപ്പ് തെറ്റല്ല, അത് പറ്റിപ്പോകുന്ന സാധനമല്ല എന്ന് പറയുമ്പോഴും എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചു, അതിൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കാൻ തയ്യാറാണ് എന്ന് പറയാൻ അയാൾ തയ്യാറാണോ? ഇത്തരത്തിൽ ക്രൈമുകൾ ചെയ്യുന്ന ആളുകളുടെ പക്ഷം നിൽക്കുന്ന ആളുകളോട് ആകെ പറയാനുള്ളൊരു സാധനം അതാണ്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇത്തരം ക്രൈമുകൾ ചെയ്യുന്ന ആളുകളോട് പരസ്യമായിട്ട് മാപ്പ് പറയാൻ പറ. ഒരു കാരണവശാലും അവർ മാപ്പ് പറയില്ല. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വേടൻ വിഷയം പൊങ്ങി വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു വേടൻ മാപ്പ് പറഞ്ഞു. ഞാനും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. വേടൻ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞു. വേടൻ മാപ്പല്ല പറഞ്ഞിട്ടുള്ളത്. വേടന്റെ ഫാൻസിനോടാണ് മാപ്പ് പറഞ്ഞിട്ടുള്ളത്. വേടൻ ആരോടാ മാപ്പ് പറയേണ്ടത്? അതിജീവിതയോടാ മാപ്പ് പറയേണ്ടത്. ആരെയാണോ ഇരയാക്കിയത് അവരാണ് തീരുമാനിക്കേണ്ടത് ആര് മാപ്പ് കൊടുക്കും. അവരാ മാപ്പ് കൊടുക്കണ്ടേ, നമ്മളാരും അല്ല. അവരോടാണ് വേടൻ മാപ്പ് പറയേണ്ടത്. അവരോട് വേടൻ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് വേടൻ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട ആളുകളോട് പിന്നീട് അതിജീവിത വന്ന് പറയേണ്ടി വരുവാണ്. ഞങ്ങളോടൊരു മാപ്പും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആർക്കും മാപ്പ് കൊടുത്തിട്ടില്ല, മാപ്പ് കൊടുക്കേണ്ടത് ഞങ്ങളാണല്ലോ എന്ന്. ഏതവസ്ഥയിലായിരിക്കും ആ പെൺകുട്ടികൾ വന്നിട്ട് ഒരു മാധ്യമത്തിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്? എന്തുമാത്രം വിക്ടിം ബ്ലെയിമിംഗ് ആണ് നടത്തിയത്. ഇപ്പോൾ പേഴ്സണലി എന്നെ ആയിക്കോട്ടെ, ആ സമയത്ത് പോസ്റ്റ് ഇട്ട കുറേ പേരോട് ചില ആളുകൾ വന്ന് പറഞ്ഞത് സമാധാനമായിട്ട് ജീവിക്കുന്ന അതിജീവിതകളെയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും വേടൻ വിഷയം ഉയർത്തിക്കൊണ്ട് ട്രോമയിലാക്കുന്നതെന്നാണ്. അവർക്ക് സമാധാനം കിട്ടിയെന്ന് ഇവരോട് ആരാ പറഞ്ഞേ? ഇവർ സംസാരിക്കുന്നുണ്ടോ അവരോട്? ഇവർ കണ്ടിട്ടുണ്ടോ? ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു ഘട്ടത്തിൽ പോലും
അവരോട് മാപ്പ് പറയാ. അയാൾ വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരുന്നത് വിക്ടിം ബ്ലെയിമിംഗ് ആണ്. അയാൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതെങ്ങനെയാണ് അയാൾ നന്നായിപ്പോയി, അയാളുടെ ചെറിയ പ്രായത്തിൽ പറ്റിപ്പോയ തെറ്റാണ് എന്നൊക്കെ പറയുന്നത്? രാഹുലിൻ്റെ വിഷയത്തിലും സെയിം ആണ്. 1, 2, 3, 4 ഇരകളല്ല വന്നിട്ടുള്ളത്, 9-ലധികം ആളുകൾ അതത് പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടും അയാൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുന്നുണ്ട് എന്ന് 1.5 വർഷം മുന്നേ അറിഞ്ഞിട്ടും പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ അയാളെ MLA ആക്കി ഇവർ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു. എന്നിട്ട് ഇനിയിപ്പോൾ പറയുന്നു ഇനിയിപ്പോൾ അടുത്തത് കോൺഗ്രസ് എന്തെങ്കിലും നടപടിയെടുക്കും. ഏത് സാഹചര്യത്തിലാണ് കോൺഗ്രസ് നടപടിയെടുക്കുന്നത്? നടപടിയെടുക്കാൻ നിർബന്ധിതരാവുന്ന സാഹചര്യത്തിൽ. ധാർമ്മികത മുൻനിർത്തിയാണെങ്കിൽ നേരത്തെ എടുക്കും നടപടി. സ്ഥാനാർത്ഥിയാക്കാൻ വേറെ ആളുകളില്ലാത്ത പാർട്ടിയാണോ കോൺഗ്രസ്? പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ ഷാഫി ഒഴിയുന്ന കസേരയിലേക്ക് വേറൊരാളെ മത്സരിപ്പിക്കാൻ തീരെ ആളുകളില്ലാത്ത പാർട്ടിയൊന്നും അല്ല കോൺഗ്രസ്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയിലേക്ക് എന്തിനാണ് രാഹുലിനെ പോലെ ഇത്രയും വലിയ ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിലുള്ള ആളുകൾ തന്നെ പ്രതിപക്ഷ നേതാവിനോട് അടക്കം പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരാളിനെ എന്തിനാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്ന് പറയുന്ന ചോദ്യം ഉണ്ടല്ലോ. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ഇപ്പം രാജിവെക്കേണ്ട സാഹചര്യം ആരാ ഉണ്ടാക്കിയേ? ഇവരൊക്കെ എന്താ വിചാരിച്ചത്? എല്ലാ കാലത്തും അതിജീവിതകളായിട്ടുള്ള സ്ത്രീകളും ഉണ്ടാതിരിക്കും, അവരുടെ ട്രോമയും അവരുടെ മാനസികാവസ്ഥയും ഒന്നും പുറത്തു പറയാണ്ട് എല്ലാ കാലത്തും രാഹുലിനെ പോലെ വെൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവായിട്ടുള്ള സംരക്ഷിക്കാനും ഇതിനൊക്കെ കൂട്ടു നിൽക്കാനും ആളുകളുള്ള ഒരു വ്യക്തിനെ ഭയപ്പെട്ടിട്ട് എല്ലാ കാലത്തും ഉണ്ടാതിരിക്കും. ഇപ്പം രാഹുൽ തന്നെ ആ ഓഡിയോയിൽ പറയുന്നുണ്ടല്ലോ, നിന്നെ അവസാനിപ്പിക്കാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണം, എത്ര സമയം വേണമെന്നാണ് ചോദിക്കുന്നത്. എത്ര സമയം വേണം? അയാൾ ആര്, ഗുണ്ടയാണോ? ഒരു നിയമസഭയിൽ ഒരു മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചിട്ട് നിൽക്കുന്ന ഒരു MLA ആണ് പറയുന്നത്, നിന്നെ അവസാനിപ്പിക്കാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്നാണ് നീ വിചാരിക്കുന്നത് എന്ന്. ഇതാരോടാണ് പറയുന്നത്? അയാളുടെ കൂടെ അയാളെ വിശ്വസിച്ച് അയാളെ പ്രണയിച്ച് കൂടെ താമസിച്ചൊരു പെൺകുട്ടീനോടാണ് അയാൾ പറയുന്നത്. ഫേസ്ബുക്കിൽ കുറേ പോസ്റ്റുകളും സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഭയങ്കര കോമഡിയാണ്. കൺസെന്റ് മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ചാണ് ചോദിക്കാൻ വന്നത്. ഇപ്പം നമ്മൾ റേപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും റേപ്പ് എന്ന് പറയുന്നത് നിർബന്ധിച്ച് ചെയ്യുന്ന ഒരു സംഗതി, ഈ പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടല്ലേ. ഇവിടെയാണ് നമ്മൾ കൺസെന്റ് മാനിപ്പുലേഷനെ പറ്റി സംസാരിക്കേണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ ആ ഒരു സംഗതി? അല്ല, നിങ്ങൾക്ക് സെക്സ് ആണോ വേണ്ടുന്നത്? നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് സെക്സ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് എന്ത് പറയണം? എനിക്ക് നിങ്ങളുമായിട്ട് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ട്, അതങ്ങ് പറഞ്ഞാൽ പോരെ. എനിക്ക് നിന്നോട് പ്രണയമാണ്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. എന്തിനാണ് ഈ ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടിട്ട് എനിക്ക് നിന്റെ അടുത്ത് അതിന്റെ ആവശ്യമില്ലല്ലോ. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ആണുങ്ങൾക്ക് ഈ സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇത് പ്രോപ്പറായിട്ട് പറഞ്ഞ് ഇപ്പുറത്ത് നിൽക്കുന്ന ആളെ കൺവിൻസ് ചെയ്യാനും പറ്റില്ല എന്ന് വരുമ്പോഴാണ് ഇവർ ഈ കൺസെന്റ് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. കൺസെന്റ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പഞ്ചാര വാക്ക് പറഞ്ഞിട്ട് മാത്രമുള്ളതല്ല. ഒരാളുടെ പ്രിവിലേജ് കൊണ്ട്, അയാളുടെ പദവി കൊണ്ട്, പണം കൊണ്ട്, പിന്നെ ഈ പറയുന്നത് പോലെ മാനസികമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു ഭീഷണി വരെ ഇതിനകത്ത് പെടും. ഭീഷണിപ്പെടുത്തി പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ് കൺസെന്റ് മാനിപ്പുലേഷൻ. ഇത് ഇവർ പറയുന്നത് പോലെ ഇമോഷണലി പറഞ്ഞിട്ട്, പ്രണയം പറഞ്ഞിട്ട്, കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാത്രമല്ല കൺസെന്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവരുടെ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളുടെയും കൺസെന്റ് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന കൺസെന്റുകൾ വീണ് പോകുന്ന സമൂഹവും ഇവിടുത്തെ സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ പെട്ടുപോകുന്ന സ്ത്രീകളുണ്ട്. അതിനെ നമുക്ക് റദ്ദ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വേറൊരു സംസ്കാരമാണ്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു സംസ്കാരത്തിലേക്ക് പോകണം, യൂറോപ്പിൽ അങ്ങനെയാണ്, ഗൾഫിൽ ഇങ്ങനെയാണ്, അമേരിക്കയിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നിലവിൽ ജീവിക്കുന്ന ഒരു സമൂഹം അവിടേക്ക് എത്തിയിട്ടില്ല, നാളെ എത്തുമായിരിക്കും. ഇപ്പം എന്നോട് ഒരാൾ വന്നിട്ട് എനിക്ക് നിങ്ങളുമായിട്ട് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ സാധനം അവിടെ അവസാനിപ്പിക്കുമായിരിക്കും. പക്ഷെ ഈ ചോദ്യം പോലും പ്രശ്നമാകുന്ന സ്ത്രീകൾ ഇവിടെ ഉണ്ട്. എനിക്കറിയാം ഇങ്ങനെ ഒരു ചോദ്യം ഒരാൾ വന്ന് ചോദിച്ചാൽ അതിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത, അതിന് ഉത്തരം പറയാൻ പറ്റാത്ത, അതുകൊണ്ട് പ്രശ്നത്തിലാവുന്ന സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾ ഉണ്ടായിരിക്കെ കൺസെന്റ് മാനിപ്പുലേഷൻ ഇല്ല എന്നെങ്ങനെ പറയാൻ പറ്റുന്നേ? അപ്പം അത്തരം ആളുകളുടെ അടുത്ത് ഇത്തരം ആളുകൾ വന്ന് ഇതിങ്ങനെ വളഞ്ഞു ചുറ്റി മൂക്ക് പിടിക്കുന്ന സാധനം ഇവിടെ ഉണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്. നമ്മൾ കമ്മ്യൂണിക്കേഷനകത്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകും.
അതിവിടെ നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും നമുക്കറിയാം, ഇപ്പൊ വിക്ടിംസ് ആയിട്ട് വരുന്ന വ്യക്തികളൊക്കെ നേരത്തെ നമ്മൾ പ്രൈവറ്റ്ലി സംസാരിച്ചതുപോലെ തന്നെ ഇവരൊക്കെ വിചാരിക്കുന്നത് ഇവര് മാത്രമേ ഉള്ളൂ കാമുകിയായിട്ട് എന്നാണ്. ഇപ്പൊ പുറത്ത് വരുമ്പോ ഒന്നിലധികം പേരുടെ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇന്നലത്തെ ഓഡിയോ കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, സത്യമായിട്ട് ആ ഓഡിയോ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഓരോ തവണ ഓഡിയോ കേൾക്കുമ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. ആ പെൺകുട്ടി അനുഭവിക്കുന്ന അങ്ങേയറ്റത്തെ നിസ്സഹായത ഒക്കെ ആ ഓഡിയോനകത്തുണ്ട്. ആ കുട്ടി അവള് വളരെ വൈകാരികമായിട്ടാണ് പറയുന്നത്, എനിക്ക് നിന്നെ 10 പ്രാവശ്യം ചീത്ത വിളിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷെ ഞാൻ നിന്നോട് മോശമായിട്ടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല, നീയാണ് എന്നോട് മോശം പറയുന്നത്. ഇവരൊക്കെ പറയുന്നത് പോലെ ഇവരൊക്കെ കോഴിവേഷം കെട്ടിയിട്ടോ കോഴീനെ കൊണ്ടെന്നൊക്കെ പിന്നെ പ്രതിഷേധിക്കുന്നത് കാണുമ്പോൾ എനിക്കൊന്ന് അയാൾ കോഴിയാണോ? മാനിപ്പുലേഷനും ഈ പറയുന്ന രതി വൈകൃതവും രണ്ടും രണ്ടാണ്. ഇത് രണ്ടും ചേർന്ന അവസ്ഥയാണ് രാഹുലിൻ്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾക്ക് ചികിത്സ വേണ്ടുന്ന രതി വൈകൃതം തന്നെയുണ്ട്. അയാൾക്ക് വേണ്ടുന്നത് പിന്നെ കോൺട്രാസെപ്റ്റീവ്സ് ഒന്നും ഉപയോഗിക്കാതെയുള്ള സെക്സാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടീൻ്റെ വെളിപ്പെടുത്തൽ ആ കുട്ടി പറയുന്നുണ്ട്, സമ്മതത്തോടുകൂടിയുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിൽ പോലും ഒരു റേപ്പിസ്റ്റിനെ പോലെയാണ് അയാൾ ബിഹേവ് ചെയ്യാന്ന്. അപ്പം അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്താണ്? ഇപ്പം അവന്തികേൻ്റെ വെളിപ്പെടുത്തൽ അവന്തിക പറയുന്നത് എനിക്ക് നിന്നെ റേപ്പ് ചെയ്യണം എന്നയാൾ പറഞ്ഞു എന്നാണ്. സമ്മതം ചോദിക്കുന്ന ആളെന്തിനാ റേപ്പ് ചെയ്യണം എന്ന് പറയുന്നത്? സെക്സില് റേപ്പിനെ എങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നേ? അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഏത് മാനസിക ഇയാൾക്ക് സെക്സ് ആണ് വേണ്ടുന്നതെങ്കിൽ സെക്സ് ആസ്വദിക്കാനല്ലേ ചെയ്യുന്നത്. അതിൽ ഇയാള് റേപ്പിൽ ഇയാള് കണ്ടെത്തുന്ന സന്തോഷം എന്താ? അപ്പം അപ്പുറത്തുള്ള ഒരാള് ഭയങ്കരമായിട്ട് വേദനിക്കപ്പെടുന്നു, ആ വേദനിക്കുമ്പോ ഇയാൾക്ക് ഒരു ഹൈ കിട്ടുന്നുണ്ടെങ്കിൽ അത് മാനസിക രോഗമാണ്, അത് രതിവൈകൃതമാണ്, അത് ട്രീറ്റ് ചെയ്യപ്പെടേണ്ട സാധനമാണ്. അയാളുടെ മണ്ഡലത്തിലെ സ്ത്രീകൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഒരാവശ്യം പറഞ്ഞ അയാളുടെ അടുത്ത് പോവുക? ഇപ്പം ഞാൻ പാലക്കാട് മണ്ഡലത്തിലെ ഒരു താമസക്കാരിയാണ്. എൻ്റെ അടുത്ത് ഒരാൾ മോശമായിട്ട് പെരുമാറി, MLA എന്നുള്ള നിലയിൽ ഞാനൊരു സഹായത്തിന് അയാളുടെ അടുത്ത് പോയാൽ അയാൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഇവിടെ ഒരു ചോദ്യം നിൽക്കുന്നത് ആ ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പൊ പത്മജ വേണുഗോപാൽ പറഞ്ഞ പോലെ തന്നെ MLA എന്ന് പറയുന്ന ആള് വീട്ടിൽ കയറ്റാൻ ആയിരിക്കണം. MLA എന്ന് പറയുന്ന ആള് വീട്ടിൽ കയറ്റാൻ കൊള്ളുന്നവനായിരിക്കണം. സ്ത്രീകൾക്ക് ഏത് സമയത്തും വിശ്വസിച്ച് സമീപിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. രാഹുലിനെ പോലെയുള്ള മാനസികാവസ്ഥയുള്ള ഒരാളുടെ അടുത്ത് ഒരു പരാതിക്കാരി നമ്പർ എഴുതി കൊടുത്താൽ അയാൾ രാത്രി മെസ്സേജ് അയക്കില്ല എന്ന് ആരും കണ്ടു? സ്വാഭാവികമാണല്ലോ. നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ അതിനകത്ത് നമ്മുടെ കോൺടാക്ട് നമ്പർ എഴുതി കൊടുക്കുന്നതൊക്കെ MLA സംബന്ധിച്ചിടത്തോളം എഴുതി കൊടുക്കും. അയാൾ രാത്രി ഇമാതിരി മെസ്സേജ് അയക്കില്ലെന്ന് ആർക്ക് ഉറപ്പ് പറയാൻ പറ്റും? ശ്രദ്ധിച്ചോ, കോൺഗ്രസിലെ ഒരു നേതാവ് പോലും രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. ഷാഫി പോലും രാഹുലിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല സംസാരിച്ചത്, മറിച്ച് അയാള് രാഹുൽ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആരും പറയുന്നില്ല. ഒരാളും പറഞ്ഞിട്ടില്ല രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. കാരണം അവർക്കൊക്കെ അറിയാം രാഹുൽ കാലങ്ങളായിട്ട് ഈ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. അപ്പം അവരാരും അയാളിത് ചെയ്യില്ല, അയാളിത് ചെയ്യാത്ത ഒരാളാണ്. സാധാരണ ഇതിൽ നോർമലി ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ തെറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ രാഹുലിനെ ഞങ്ങൾക്ക് ഇത്ര വർഷമായിട്ട് അറിയാം, രാഹുൽ ഈ സാധനം ചെയ്യില്ല, അല്ലെങ്കിൽ ഇന്ന ആളിനെ ഞങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് അറിയാം, ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ആളാണ്, അയാൾ ഒരിക്കലും സ്ത്രീകളോട് അത്തരത്തിൽ പെരുമാറില്ല എന്ന് പറയില്ലേ? രാഹുലിന്റെ കേസിൽ അത് ആരാ പറഞ്ഞേ? ആർക്കും പറയാൻ പറ്റില്ല. അറിയാത്തവര് കുറെ പേര് പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് സൈബർ ടീമാണ് രാഹുലിന് വേണ്ടി PR ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വളരെ കൃത്യമായിട്ട് അവരുടെ പണിയെടുക്കുന്നുണ്ട്. അവർ വിക്ടിം ബ്ലെയിമിങ് വളരെ കാര്യമായിട്ട് തന്നെ വിക്ടിം ബ്ലെയിമിങ് നടത്തുന്നുണ്ട്. അതിൽ തന്നെ പേര് പറയുന്നില്ല, അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ പരാതിക്കാരിയുടെ വസ്ത്രത്തിനെ കുറിച്ചിട്ടും അവർ മറ്റ് മന്ത്രിമാരുടെ കൂടെ ഫോട്ടോ എടുത്തതിനെ കുറിച്ചിട്ടും വന്ന് പറയുന്നുണ്ട്. അപ്പോഴും രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്, പരാതിക്കാരിയുടെ വസ്ത്രമാണ് പ്രശ്നം. പരാതിക്കാരി ഏത് തരത്തിലുള്ള വസ്ത്രം ഇടുന്നു, പരാതിക്കാരി ആരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, വെളിപ്പെടുത്തൽ നടത്തിയ ആൾക്കാരുടെ ഐഡന്റിറ്റി, അവരെ വിക്ടിം ബ്ലെയിമിങ് ചെയ്യുക എന്ന് പറയുന്നത് ഇത് കാലങ്ങളായിട്ടുള്ള ഒരു സാധനമാണ്. ഇതുകൊണ്ടാണ് ഒരാളും പുറത്ത് വന്നിട്ട് ഒരു സാധനം പറയാത്തത്. ഇപ്പൊ തന്നെ ഇത്രയും ബാക്കി പെൺകുട്ടികൾ എന്തുകൊണ്ട് മറിഞ്ഞിരിക്കുന്നു? പബ്ലിക്കിലേക്ക് വരൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഈ ഷെയ്മിങ് ചെയ്യാനല്ലേ, അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അവർക്ക് വൈകാരികമായ ഒരു പിന്തുണ കൊടുക്കാനാണ് ഈ സമൂഹം ഇത് പറയുന്നത്. റിനി പുറത്ത് വന്നിട്ട് കാര്യം പറഞ്ഞപ്പോൾ റിനി ഒരു സ്ഥലത്ത് പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഹൂ കെയർസ് എന്ന ആറ്റിറ്റ്യൂഡുള്ള ആളാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് രാഹുലിന്റെ അനുയായികൾ മൊത്തം റിനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടാവുക? റിനി പറഞ്ഞല്ലോ, ഞാൻ പേര് പറയുന്നില്ല. റിനീനെ കൊണ്ട് പേര് പറയിപ്പിക്കാൻ ഇവിടെയുള്ള സകലമാന മീഡിയക്കാർ നോക്കിയിട്ട് ആ കുട്ടി ഒരു ഘട്ടത്തിൽ പോലും ഒരു സ്ഥലത്തും അവന്റെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവർക്കൊക്കെ അറിയാം
ഇത് ഇന്ന ആളാണ്, ഹു കെയർസ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് എടുത്തിട്ടുള്ള ആള് രാഹുൽ മാങ്കൂട്ടമാണ്. പേര് പറയാതിരിക്കെ ആ കുട്ടി ആക്രമിക്കപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. പേര് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി രംഗത്തേക്ക് വന്നാൽ അവരെ ഏതൊക്കെ തരത്തിൽ ആക്രമിക്കപ്പെടും, നശിപ്പിച്ചോളെ. ഇപ്പുറത്ത് നിൽക്കുന്നത് നിസ്സാരക്കാരനായിട്ടുള്ള ഒരാളല്ല. അത് നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും അയാൾ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു MLA ആണ്, അയാൾക്ക് അതിന്റെ സംരക്ഷണം കിട്ടും. ഇത്തരത്തിലുള്ള എല്ലാ ആളുകൾക്കും കിട്ടുന്ന എല്ലാ സംരക്ഷണവും അയാൾക്കും കിട്ടും. ആ സംരക്ഷണമാണ് വേടനെ ഇട്ടിക്കൊണ്ടിരിക്കുന്നത്. വേടന്റെ കേസിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ച് വേടൻ ഒളിവിൽ കഴിയുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത കണ്ടത്, വേടൻ എൻ്റെ റാപ്പോ സംതിങ് കേരള യൂണിവേഴ്സിറ്റിന്റെ സിലബസിൽ ഉൾപ്പെടുത്തിയെന്നാണ്. അത് കാലിക്കറ്റ് നേരത്തെ ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം കേരള സിലബസിന്റെ BA ഇംഗ്ലീഷ് 3ാം വർഷത്തിൽ വേടന്റെ റാപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ധാർമ്മിക വശം എന്താണ് നമ്മൾ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾക്ക് സ്ത്രീ പീഡകരാവാം, നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന സ്ത്രീകളെ ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കഴിവുണ്ടായാൽ മതി, അങ്ങനെയാണെങ്കിൽ ഈ സമൂഹം നിങ്ങളെ അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ അവരെ നിങ്ങൾ അംഗീകരിക്കും, ഇങ്ങനെയാണോ പറയുന്നത്? അല്ലേ? അങ്ങനെയാണ്. അതിന് ഇവിടുത്തെ നിയമ സംവിധാനം, ഇവിടുത്തെ സർക്കാരും ഇപ്പൊ വേടന് വേദി കൊടുക്കുന്ന സമയത്ത് ഇവിടെ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, വേടനെ നിങ്ങൾ സർക്കാർ വേദി കൊടുത്തിട്ട് വിളിക്കരുത്, വേടൻ ഒരു പ്രൈവറ്റ് വേദി കിട്ടുന്നു, അവിടെ പോയി പാടുമ്പോൾ നമുക്കതിനകത്ത് പ്രശ്നമില്ല. പക്ഷെ ഞാനും മെറീനയും ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടികളടക്കമുള്ളവരുടെ നികുതി പണത്തിൽ നിന്ന് കാശെടുത്തിട്ട് നടത്തുന്ന ഒരു പരിപാടിയിൽ, ഒരു ഗവൺമെന്റ് പരിപാടിയിൽ വേടന് വേദി കൊടുക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് അത് നിങ്ങൾ ചെയ്യരുത്. കാലങ്ങളായിട്ട് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളൊക്കെ മീറ്റു വെളിപ്പെടുത്തലുകളിൽ പേര് വന്നിട്ടുള്ള ആളുകൾക്ക് വേദി കൊടുക്കുന്നുണ്ട്. എത്രയോ ആളുകളുടെ പേര് നമ്മൾ ഓരോ സമയത്തും, ഇപ്പം ഗ്രൂപ്പ് എഗൻസ്റ്റ് സെക്ഷൽ വയലൻസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, അവരൊരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. ഈ ലിസ്റ്റിലുള്ള പേരുകൾ എല്ലാ വർഷവും പുതുക്കിക്കൊണ്ടിരിക്കുകയും പുതിയ പേരുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയും ഇത് ഓരോ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുമ്പോഴും നമ്മൾ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഈ ലിസ്റ്റിനകത്തുള്ള ആളുകൾക്ക് അവിടെ വേദി കിട്ടും. ഇവരവിടെ പോയിട്ട് സാഹിത്യം സംസാരിക്കും, കല സംസാരിക്കും, സിനിമയെ കുറിച്ച് സംസാരിക്കും. അപ്പം ഇവർക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ ഇവർ ചെയ്ത ക്രൈം അങ്ങ് മാഞ്ഞു പോയിക്കോട്ടെ എന്നാണോ, റദ്ദ് ചെയ്യപ്പെട്ടോട്ടെ എന്നാണോ ഇവർ പറയുന്നത്? ഇങ്ങനെ ഒരു കഴിവുണ്ട്, അതുകൊണ്ട് അയാൾ ചെയ്ത ബാക്കിയുള്ള കാര്യങ്ങളെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതാണോ? ഇതെന്തൊക്കെ പറഞ്ഞാലും സ്ത്രീകൾ ഈ സമൂഹത്തിലെ സ്ത്രീകൾ രണ്ടാം കട തന്നെയാണ്. ഇവിടെ പവർ പൊസിഷനിൽ ഇരിക്കുന്നത് ആണുങ്ങൾ തന്നെയാണ്. നമ്മളിനി എന്ത് ഈക്വാലിറ്റി പറഞ്ഞാലും അതിനകത്തുനിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും പുറത്തേക്ക് വന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ആ പവർ പൊസിഷൻ ഉണ്ട്. ആ സ്ഥലത്തേക്ക് നമ്മൾ കുറഞ്ഞ പക്ഷം അതിജീവിതമാർക്കെങ്കിലും നമ്മൾ പരിഗണന കൊടുക്കണം. അവരെയെങ്കിലും നമ്മൾ ചേർത്ത് പിടിക്കണം, അവരുടെ അനുഭവങ്ങൾ നമ്മൾ വിശ്വസിക്കണം. ഒരു സ്ത്രീ വന്നിട്ട് അവരനുഭവിച്ച ഒരു സാധനം പറയുമ്പോൾ നമുക്കെങ്ങനെയാണ് പറ്റുന്നത് അത് കള്ളമാവാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ? അതിനെ വിശ്വസിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരുപാട് ഫേക്ക് കേസുകൾ വരുന്നത് കൊണ്ടാണ് എല്ലാത്തിനെയും പരിശോധിക്കുന്നത്. അല്ലെങ്കിൽ രാഹുൽ ഈശ്വറൊക്കെ അഭിപ്രായപ്പെട്ടത് നമ്മൾ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരിക്കലും ഒരു സ്ത്രീ വിരുദ്ധതയല്ല എന്നാണ് പറയുന്നത്. ഫേക്ക് കേസുകൾ ഉണ്ടാവാം, ഫേക്ക് കേസുകളിൽ ഉപരി റിയൽ കേസുകൾ ഒരുപാട് ഇവിടെ ഉണ്ടല്ലോ. രാഹുൽ ഈശ്വർ ആവശ്യപ്പെടുന്ന തെളിവ് എന്താണ്? റേപ്പിന്റെ വീഡിയോ ആണോ? പബ്ലിക്കായിട്ട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയാ ചോദിക്കേണ്ടത്. എന്താ വേണ്ടത്? ചാറ്റ് പറ്റില്ല, വോയിസ് കോൾ പറ്റില്ല, ഒന്നും പറ്റില്ല, ഇയാൾക്ക് എന്താ കാണണ്ടേ? ലൈവ് കാണണോ അതോ വീഡിയോ കാണണോ? അതാണോ ഇവർ ആവശ്യപ്പെടുന്ന തെളിവ്? ഇവർ കഴിഞ്ഞ ദിവസം രാഹുൽ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് നമ്മൾ ഏത് കാലത്തിലാണ് ജീവിക്കുന്നത്? ഒരു ഓഡിയോ ഉണ്ടാക്കാനാണ് അവിടെ പ്രയാസം. അതെന്റെ ഓഡിയോ അല്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ? അതെന്റെ സൗണ്ട് അല്ല, ഞാൻ സംസാരിച്ചതല്ല, എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയുമായിട്ടും ബന്ധമില്ല എന്ന് പറയുന്നതിന് പകരം ഇന്നത്തെ കാലത്ത് ഒരു ഓഡിയോ ഉണ്ടാക്കാനാണോ പ്രയാസം? നല്ലപോലെ ഉരുളുവാന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. എല്ലാ ചോദ്യങ്ങൾക്കും തിരിച്ച് ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല, ഉത്തരം പറയണമല്ലോ. അയാൾ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി, അയാൾ എന്താണ് പറഞ്ഞത്? അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു, എന്നിട്ട് അയാൾ അങ്ങ് പോയി. കഴിഞ്ഞ ദിവസം അയാൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അയാൾക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞിട്ട് അയാൾ ഇറങ്ങിപ്പോയി. എനിക്ക് തോന്നുന്നത് ഓരോ തവണയും ഇയാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു ടീം ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ ഇവരെ സംബന്ധിച്ച് വെളിപ്പെടുത്തലുകൾ ഓരോന്നും വരും തോറും ഇവരുടെ കയ്യിൽ നിന്നും ആയുധങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഓരോരോ ആയുധം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പത്രസമ്മേളനത്തിൽ വരും. പിന്നിപ്പോ അവർക്ക് ഡിഫെൻഡ് ചെയ്യാം, ഒരെണ്ണം ഫേക്കാണ് എന്നിപ്പോ പറഞ്ഞു, അത് തെളിഞ്ഞോ ഇല്ലയോ എന്നുള്ളതൊന്നും ചോദ്യമല്ല, നമ്മൾ പറയുമ്പോൾ മാത്രമേ. ശരി, രാഹുലിന്റെ വാദത്തിന് ആ സാധനം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാന്ന് തന്നെ വിചാരിക്കും. അപ്പൊ പരാതിയായിട്ട് പോയ 9 എണ്ണോ? അതിനെപ്പറ്റി മിണ്ടില്ല. രാഹുലിന്റെ വാദത്തെ നമുക്ക് 100% നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം, ശരിയാണ്, ഇത് ഫേക്ക് ആണെന്ന് തന്നെ വിചാരിക്കും.
അപ്പോൾ ഇപ്പുറത്തെ 9 എണ്ണം ഉണ്ടല്ലോ, ഇവരുടെ തന്നെ പാർട്ടിയിലെ